ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു 2 ദിവസത്തെ ഫിഷിംഗ് ആണ് ഈ ബ്ലോഗിലുള്ളത്. അപ്പം എന്നാൽ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇത് എവിടെയെന്ന് വെച്ചാൽ ജിദ്ദയിലെ കോർണിഷാണ് കേട്ടോ. കടലിൽ ഇറക്കി വെച്ചിരിക്കുന്ന പാലമാണ്. ഇവിടെ ഫിഷ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പകൽ സമയത്ത് മാത്രമേ കേട്ടോ ഇവിടെ ഫിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത് പല മലയാളികൾക്കും അറിയാത്ത ഒരു കാര്യമാണ് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ ആരും ചൂണ്ടിടാൻ വരുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ വരുന്ന ആൾക്കാർ ഹിന്ദിക്കാരുണ്ടാവലുണ്ട്, പിന്നെ മസരികൾ, പിന്നെ സൗദികൾ. വല്ലപ്പോഴൊക്കെ ഞാനും ഇതേമാതിരി വരലുണ്ട്. നല്ല വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം അത്യാവശ്യം മീനൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കിട്ടലുണ്ട്. ഇതാണ് എൻ്റെ കയ്യിലുള്ള ചൂണ്ടൽ. നമ്മുടെ വെയിറ്റ് ഇതാണ്, സാമുടി, നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് അതാണ്. അപ്പം ചൂണ്ടലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പരിപാടിക്ക് കിടക്കാം. നല്ല കാറ്റുള്ള ദിവസമാണ്. കാറ്റ് കൂടുതലുണ്ടെങ്കിൽ മീൻ കിട്ടില്ല. പിന്നെ ഇതൊരു കൈച്ചൂണ്ട കേട്ടോ. ഇതൊരു മെഷീൻ ടൈപ്പ് കൈച്ചൂണ്ടാണ്. നമുക്ക് അടുത്തൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. ലോങ് കാസ്റ്റ് ചെയ്യാൻ ഇതായിട്ട് പറ്റില്ല കേട്ടോ. ഇത് റിസ്ക് ആണ്. ചെറിയ ഇത് മെഷീൻ അങ്ങനത്തെ ഒരു വെറൈറ്റി സാധനമാണ്. പക്ഷേ ലോങ് കാസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഒന്നായിട്ട് കെട്ടി കൊടുക്കുന്നുണ്ട്. ആകെപ്പതിയിലുള്ള കോണം അത് ഇങ്ങനെ ചുറ്റി ചുറ്റി പോകുമ്പോൾ അത് റെഡി ആവുന്നുള്ളൂ. അതിൽ നമ്മളൊന്ന് മീനെ കോർത്തിട്ട് വെക്കുക. ഇത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന മീൻ തന്നെയാണ്. കഷ്ണം മുറിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ കോർത്തിട്ട് അവിടെ നിന്നോളും. അതും വലിയ മീനൊക്കെ വന്ന് അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് ഉപയോഗിച്ച LB 100 LBൻ്റെ ഒരു ഇതാട്ടോ, ഒരു ഗഡ്സ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇവിടെ നിന്ന് നല്ല വലിയ മീൻ കിട്ടലുണ്ട് ഇതേപോലെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ഇവിടെ എടുത്തിട്ടുന്നുള്ളൂ. ഇന്നിപ്പോൾ പൊതുവേ നല്ല ഇളക്കം കാറ്റൊക്കെയാണ്. എന്താ അറിയില്ല, നമുക്ക് നോക്കാം. ഇതാണ് നമ്മളെ കാര്യമായിട്ടുള്ള കാസ്റ്റിങ്ങിൻ്റെ ഇത്. നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണ്. ഇതെങ്ങനെ ചുറ്റണമെന്നൊക്കെ ഞാൻ പുറകെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം കാഴ്ചക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതായാലും ഫസ്റ്റ് കാസ്റ്റിങ് ചെയ്യാണ്. അത്യാവശ്യം EM വെയിറ്റൊക്കെ ഇട്ടിട്ട് നല്ല നീളമുള്ള റോഡാണ് എൻ്റെ കയ്യിലുള്ളത്. ഏകദേശം 3.5 മീറ്റർ 4 മീറ്റർ ലെങ്ത്ത് വരുന്ന നല്ല കട്ടിയില്ലാത്ത റോഡാണ്. നല്ല പവർഫുള്ളായിട്ടുള്ള റോഡാണ്. ഇത് ചൈനീസ് റോഡാണ്. ഇതെത്ര ഞാൻ 100 റിയാലിന് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, AliExpress. ഇവിടെ പിന്നെ AliExpress ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് കൂടുതൽ സാധനം ഞാൻ കൂടുതൽ ഫിഷിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ AliExpress തന്നെ വാങ്ങിക്കൽ. ഇതൊക്കെ മെഷീനും ഇതൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിച്ചത്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലുണ്ട്. നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടാണ്. ഇന്ന് പൊതുവെ കുറേ കാസ്റ്റിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ അത്ര സുഖകരമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. കുറേ വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ മീൻ കാര്യമായിട്ടൊന്നും അടിക്കണില്ല. കാരണം വെള്ളം നല്ല ഇളക്കമാണ്, നല്ല കാറ്റുമാണ്. പിന്നെ വേറെ കുഴപ്പമുണ്ട്. ഇവിടെ രാവിലെ സമയത്തും മീൻ പിടിക്കാൻ പറ്റുന്നുണ്ട്, ഉച്ച സമയത്തും മീൻ പിടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഉച്ചയ്ക്ക് വന്നാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ രാവിലെ ഒരുപാട് ആൾക്കാർ ഈ ഫുഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് പിന്നെ മീൻ കിട്ടൽ കുറവാകും. പിന്നെ വൈകുന്നേരം മീൻ കിട്ടുള്ളൂ. അതിന് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ ഫുള്ള് കാറ്റും ഇതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് തന്നെ വരില്ല. ഏതായാലും വൈകുന്നേരമൊക്കെ ആയി. ഇന്നിപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കാലാവസ്ഥയൊക്കെ മാറി, വെയിലൊക്കെ പോയി. പക്ഷേ കാറ്റിനും വെള്ളത്തിൻ്റെ ഇളക്കത്തിനൊന്നും ഒരു മാറ്റമില്ല. ഇത് നമ്മൾ ചൂണ്ടിട്ടതാണ്, ഇതിനും ഒന്നും കിട്ടിയിട്ടില്ല. വൈകുന്നേരമായി, ഏകദേശമൊക്കെ സൂര്യൻ അസ്തമിക്കൽ തുടങ്ങി. സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചൂണ്ടിടാൻ വലിയ അനുവദിക്കില്ല. അപ്പോഴത്തേന് സെക്യൂരിറ്റി വരും. ധൈര്യത്ത് വന്ന് പകൽ സമയത്ത് ഇവിടെ ആർക്കും വന്ന് മീൻ പിടിക്കാം. നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ അവസ്ഥ ഒന്ന് നോക്കാം. നമ്മൾ ഉച്ചയ്ക്ക് അതേ സമയത്ത് തന്നെ വന്നത്. ഇതാണ് നമ്മുടെ റോഡ്. ചെറിയ പീസായിട്ടുള്ള റോഡുകളാട്ടോ, ട്രാവൽ റോഡാണ്. പക്ഷെ നല്ല പവർഫുള്ളായിട്ടുള്ള റോഡാട്ടോ, കാർബൺ റോഡാണ്. ഇത് ഏകദേശം 8 പീസ് 7 പീസൊക്കെ വരുന്ന ടൈപ്പ് റോഡാണ്. ഒരു ചെറിയ ബാഗിലൊക്കെ നമുക്ക് ലഗേജിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഏകദേശം ഒരു 52 സെൻറ്റിമീറ്റർ നീളം വരുന്നുള്ളൂ തോന്നുന്നുണ്ട്.
ഈ റോഡിൻ്റെ ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് കേട്ടോ. അതൊക്കെ വേണമെങ്കിലൊന്ന് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള റോഡാണ് ഈ സാധനം. അതിൻ്റെ 3-4 വേറെ ടൈപ്പ് റോഡ് മേടിച്ചിനെ ഈ വേറെ കമ്പനീൻ്റെ. പക്ഷേ അതൊന്നും എനിക്ക് അത്ര ഇത് കിട്ടിയിട്ടില്ല. കാരണം ഞാൻ അത്യാവശ്യം നല്ല വെയിറ്റ് 100-150 ഗ്രാമൊക്കെ വെയിറ്റ് ഇട്ടുകൊണ്ട് കാസ്റ്റ് ചെയ്യലുണ്ട്. അപ്പോൾ അത്രയും ലോങ്ങൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ റോഡ് കനമില്ല, പക്ഷെ നല്ല പവറാണ്. വലിയ മീനൊക്കെ ഞാൻ പിടിച്ചിരിക്കുന്നത് കൊണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളെ ചാനലുണ്ട് കേട്ടോ. ഇതിങ്ങനെ ചെറിയ ചെറിയ ജോയിൻ്റ് ആയി കണ്ടാണ്, പക്ഷേ നല്ല പവർഫുള്ളാണ് ഇത് റോഡ്. നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ ജോയിൻ്റ് ചെയ്തിട്ട്, വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയ പീസാകുമ്പോൾ കാറ്റിന് പാറിപ്പോകാനും സാധ്യതയുണ്ട്. ഈ ഭാഗത്തു നിന്ന് താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ആ റോഡ് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത കോലത്തിലാവും. കാരണം ഫുൾ ജോയിൻ്റ് കറക്റ്റ് അല്ലാഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് ഫുൾ ലെങ്ത് തന്നെ ആയിക്കണേ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ്. ഇതാകുമ്പോൾ റിയാലിന് ഒരു കീസ് കിട്ടും. ഏറ്റവും ബഡ്ജറ്റായിട്ടുള്ള ഇതിൽ നമുക്ക് സാധനം കിട്ടും. ഇനി നമ്മളിതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നൊന്ന് കാണിച്ചു കേട്ടോ. ഇതിൽ കാസ്റ്റിങ്ങിന് മുന്നേ നമുക്കൊന്ന് കോർത്ത് നോക്കാം അതിങ്ങനെ ചൂണ്ടൽ. അപ്പോൾ ഇത് ഞാനൊരു 14 ചൂണ്ട ഹുക്കാട്ടോ എടുത്തിന്. 14 മൊത്തം 15 ഉണ്ടാവും. അതായത് ആ വലിയ ഹുക്ക് ഇതിൽ മൊത്തം ഇതിൻ്റെ ഈ ഗഡ്സ് ലോക്ക് ചെയ്യണ ഇതിന് മാത്രമാണ്. ബാക്കിയുള്ള 14-നാണ് ഫിഷ് കിട്ടാനുള്ള വകുപ്പുള്ളൂ. അപ്പോൾ ഇത് സിംഗിൾ പീസ് ആക്കിയിടാം, ഡബിൾ പീസ് ആക്കിയിടാം. ഇതിപ്പോൾ ഞാൻ ഡബിൾ ആക്കിയാണ്ടാണ് ഇടുന്നത്. ഓക്കെ, ഓരോ സ്ഥലത്തൊക്കെ കുറച്ച് ആയിക്കാണ്ട്. ഇതൊരു സ്പൈഡർ ടൈപ്പാണ് കേട്ടോ ഹുക്ക്. ഇത് സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു സ്പൈഡർ ഹുക്ക് മാതിരിയാണ് വരിക. പിന്നെ പല ആൾക്കാർക്കും സംശയം ഉണ്ടാവും, ഈ സാൻഡ്വിച്ച് ഇതെങ്ങനെ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് അലിഞ്ഞു പോവില്ല എന്ന്. അങ്ങനെയൊന്നുമില്ല. ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല പൊന്തി നിൽക്കും ഈ സാധനം. അതൊക്കെ മേലെ വന്ന് ഫുഡ് എടുക്കുന്ന മീനുകളാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തിരിച്ചൊക്കെ അങ്ങനത്തെ ടൈപ്പ് മീനാട്ടോ. മേലെ നിന്ന് വന്നാണ്ട് വെട്ടിക്കാണ്ടൊക്കെ പോണ ടൈപ്പ് മീൻ പെട്ടതാണ് തിരുത. പിന്നെ ചെറിയ മീനുകളൊക്കെ വന്നാണ്ട് മേലെ വന്ന് ഫുഡ് എടുക്കുന്നതാണ്. പിന്നെ ഇവിടെ ആയല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇവർക്ക് അത് മാത്രമേ മാർക്കുള്ളൂ. അപ്പോൾ ഈ തത്തമ്മ ഫിഷ് ഇങ്ങനത്തെ മേലെ വന്ന് ഫുഡ് എടുക്കണ മീനുകളാണ് നമുക്കങ്ങനെ കിട്ടലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അലിഞ്ഞു പോകുന്നില്ല. അതുപോലെ ഉണ്ട ആക്കി ഊള് പോലെ ആക്കിയാൽ കുറേ നേരം പൊന്തി നിൽക്കും. ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ അങ്ങനെ നിൽക്കും. അതിൻ്റെ അടിയിൽ തന്നെ മീൻ അടിക്കും. മീനുള്ള സാഹചര്യത്തിൽ കേട്ടോ. മീൻ ഇല്ലെങ്കിൽ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇട്ടാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമുണ്ടല്ലോ. കൂടുതൽ ഇളക്കുണ്ടാകുമ്പോൾ ഇതിൻ്റെ ഈ വെള്ളം ഉള്ളിൽ കയറിയിട്ട് തോന്നായിട്ട് അലിഞ്ഞു പോകും. പക്ഷേ എന്നാലും ഒരു കാസ്റ്റിങ് ഏകദേശം 10-20 മിനിറ്റൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന EM, ഇത് 2 പീസ് കേട്ടോ. EM ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ സാധനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപയോഗിച്ചെന്നുള്ളൂ. സിംഗിൾ ആണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടെ ഈ പാറക്കെട്ടിൻ്റെ അടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ 2 വെച്ച് കണ്ടൊക്കെ ലോക്കായിക്കാണ്ട് പിന്നെ ഗഡ്സ് പൊട്ടിക്കാണ്ടായിക്കാരും സാധനം കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളെ ലൈന് പൊട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ കിട്ടുള്ളൂ. അപ്പം സിംഗിൾ പീസായിട്ടുള്ള ഈ ഒരു വെയിറ്റ് വെക്കുക ഏറ്റവും നല്ലത്. അല്ല നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഈ അടുത്തുള്ള ഈ കാക്ക അത്യാവശ്യം നല്ല ചൂണ്ടക്കാരൻ തന്നെ കേട്ടോ. മൂപ്പരത്ത് കുറേ ചൂണ്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂപ്പര് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അവിടെ. ഞാൻ ഇട്ടത് സൂപ്പറായി സ്ഥലത്ത് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പർക്ക് അത്യാവശ്യം നല്ല മീൻ കിട്ടണ ആളാട്ടോ. ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും നല്ലതുപോലെ മീൻ കിട്ടലുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം പൊതുവെ മീൻ കുറവ് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ചെറിയ മീനാണ്. വലിയ ഇതൊന്നുമില്ല, റോഡിനും വലിയ ബുദ്ധിമുട്ടൊന്നും കാണിക്കണില്ല. ചെറിയൊരു അനക്കം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഏതായാലും നമ്മളൊന്ന് എടുത്തു നോക്കാം. നമ്മൾ 2 ചൂണ്ടലുള്ളതുകൊണ്ട് ഒരു ചൂണ്ടൽ രണ്ടും ഒരേ സമയത്ത് കാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഏതെങ്കിലും ഒന്നൊക്കെ അടിച്ച് ഒന്ന് റെഡിയാക്കുമ്പോൾ പിന്നെ അടുത്ത അടിക്കും. അങ്ങനെയൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടലുണ്ട്. എനിക്ക് വലിയ തിരുതൊക്കെ കിട്ടിയിരിക്കണം ഇവിടുന്ന്. ഏകദേശം 1 കിലോൻ്റെ മേലെ വരുന്ന തിരുത. നമ്മൾ ഈ വലിപ്പം കണ്ടു കഴിഞ്ഞാൽ 2 കിലോനൊക്കെ പേര് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ തൂക്കി നോക്കുമ്പോൾ ഏകദേശം 1 കിലോനൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ വേണമെങ്കിൽ പിന്നെ ഇവിടുന്ന് ഞാൻ പിടിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ദിവസം അത്ര സുഖകരമല്ല.
ആ ഒരു ഈയത്തിൻ്റെ ബുദ്ധിമുട്ടാണ് ലോക്ക് കുടുങ്ങിയത്. പിന്നെ 2-3 ചൂണ്ടക്കാരുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ലൈനും തമ്മിൽ കുടുങ്ങുകയും ചെയ്തതാണ്. അപ്പുറത്തുള്ള ആ ആളുടെ ചൂണ്ടെല്ലാം ആടണ കണ്ടില്ല, അത് നമ്മളെ ലൈനും മൂപ്പരതും കൂടി കുടുങ്ങിയിട്ടാണ്. മൂപ്പര് ഏതായാലും പുറത്തെടുത്തുക്കണം. നമ്മളെ മീൻ ഏകദേശം വലിച്ച് കയറ്റൽ തുടങ്ങി. അടുത്തെത്താനാണ് മീൻ. ഏത് മീനാന്ന് കിട്ടീന്? ചെറിയ മീനാട്ടോ, വലിയ ഫൈറ്റും കാര്യമൊന്നും ഇല്ലാത്തൊരു മീനാണ്. മീൻ നോക്കിയിട്ട് ഇത് പ്രാച്ചി ടൈപ്പ് മീനാണ് തോന്നുന്നുണ്ട്. ഫൗളുക്കിലൊക്കെയാണ് കുടുങ്ങണത്. ഇതേപോലെയാണ് മീൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകില്ല. ഒരുപാട് ഹുക്കുള്ളതുകൊണ്ട് മീൻ ഹുക്ക് വായിൽ കുടുങ്ങിയാലും വാലുമേലും ഒക്കെ കുടുങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഹുക്കിൻ്റെ പ്രത്യേകത. ഫ്രീ ഹുക്കായതുകൊണ്ട് എങ്ങോട്ട് കുടുങ്ങും ചെയ്യും. മറ്റേത് കെട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക്കാണ്. അതാണ് നമുക്ക് കിട്ടിയ മീൻ. പ്രായലോ എന്താ ഇതിന് പേര് പറയല്. നമ്മൾ മീൻ സൂക്ഷിക്കൽ ഐസൊക്കെ ഇട്ട് ഉസാറായിട്ടോ. കാരണം വൈകുന്നേരം ഈ വെയിലത്തൊക്കെ മീൻ പെട്ടെന്ന് സ്മെല്ല് വരും, കേടരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഫുൾ സെറ്റപ്പിലാണ് നമ്മൾ മീൻ സൂക്ഷിക്കൽ. നമ്മൾ അടുത്ത കാസ്റ്റിങ്ങിൽ അവിടെ ചൂണ്ടലുണ്ടേന് അയിമേൽ അടിച്ചത് ഒരു പ്രത്യേക സാധനമാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഞാൻ പറയണില്ല, കാരണം അതൊരു വെറൈറ്റി ഒരു മീനല്ല, പക്ഷേ നമ്മളെ ചതിക്കാൻ നിൽക്കുന്ന ഒരാളാണ്. നമ്മളിട്ട് കൊടുക്കും, അവൻ വന്ന് അവിടെ നിന്ന് കൊത്തിപ്പോവും. ഒരു വെറൈറ്റി സാധനം തന്നെയാണത്. ഏതായാലും അതിനെ പിടിക്കണമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടും കണ്ടും നോക്കി. ഇച്ചിരി വയലൻ്റ് സാധനമാണ്. ആ പൊന്തി നടക്കണത് കണ്ടില്ലേ, അതാണ് നമ്മളെ നമ്മളെ ചൂണ്ടൽ ഹുക്കായി കൊണ്ട് പാറി നടക്കുകയാണ്. നല്ല സുഖമുണ്ട് കേട്ടോ ഇത് ചുറ്റിയെടുക്കാൻ. കാരണം ഒരു പ്രത്യേക ഒരു ത്രില്ല് തന്നെയാണ്. നല്ല കാറ്റിന് നല്ല പവറും കൂട്ടിയാണ് മൂപ്പര്. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ട് പറന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ അത് രക്ഷപ്പെടാൻ കഴിയില്ല. അത്രയും ഇതിൽ ആയത്തിലതിന് അതിൻ്റെ കുക്കുമൽ സാധനം കുടുങ്ങിക്കണം. അപ്പോൾ വൈകുന്നേരം സമയത്ത് ഇവന്മാർ കൂടുതൽ വന്നാണ്ട് ഈ ഫുഡ് എടുക്കണത്. ഇത് പൊന്തി കിടക്കണ നമ്മളത് സാൻഡ്വിച്ച് ആയതുകൊണ്ട് ഇവർക്ക് സുഖമാണ്. ഇവരറിയില്ലല്ലോ ഇമ ഹുക്കുള്ളത്. ഇത് കടൽക്കാക്ക, അതിൻ്റെ കടൽക്കൊക്കെ എന്താ അതിൻ്റെ പേര്? ഇതാണ് ആള്. അതിൻ്റെ ചുണ്ടുമലാണ് കുടുങ്ങിയത്. ഇതിൻ്റെയൊക്കെ കാലിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ എന്തായാലും വെള്ളത്തിൽ കൂടി നീന്താനുള്ള ഇതൊക്കെ ഉണ്ട്. ഓരോരോ പക്ഷികൾക്കൊക്കെ ഓരോരോ ഇതല്ലേ കൊടുത്തേ. ആള് നല്ല കൊത്താനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. തല പിടിച്ച്. ഇതാണ് നമ്മളെ ഹെൽപ്പർ. ഇത് മറ്റേ കാക്കാൻ്റെ മോനാണ്. മോന് ഭയങ്കര ഉഷാറാണ് ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ. ഏതായാലും മോന് റിലീസാക്കി തന്നാണ്. നമുക്ക് ഇതിനെ പുറത്തേക്ക് വിടാം. ആള് പാറി ഉഷാറായി പോയി. വലിയ അപകടമൊന്നും പറ്റിയിട്ടില്ല. ഇന്നത്തെ വൈകുന്നേരം ആയപ്പോഴും കുറച്ച് ശാന്തമാണ് കേട്ടോ. വെള്ളമൊക്കെ നല്ല അക്വേറിയം പോലത്തെ വെള്ളമാണ് ഇവിടെ. ഏകദേശം നമ്മൾ വൈകുന്നേരം വരെ ആയി. ഇനി നമ്മൾ നിർത്താണ്. ഇന്നിപ്പം പ്രത്യേകിച്ച് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ആളുകളൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാലും ഇവിടെ ബുദ്ധിമുട്ടാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം. ഏതായാലും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ.